ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാ ഇദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ കുടുംബദൈവങ്ങളോടും പിന്നെ എല്ലാവരോടും. അതുമാത്രമല്ല, ഒരുപാട് വഴിപാട് നേർന്നു. മക്കള് ശബരിമലയ്ക്ക് പോയതും ഇദ്ദേഹത്തിൻ്റെ അസുഖം പറയാനാ. എന്നിട്ടും ഒരു മാറ്റവും സംഭവിച്ചില്ലല്ലോ, ദൈവങ്ങൾ കനിഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞു കനിഞ്ഞില്ല എന്നും മുത്തശ്ശൻ്റെ ചോദ്യം. അത് കേട്ടതും എന്താ ഇദ്ദേഹം പറയുന്നേ? എടോ വസുന്ധരെ, എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ മുത്തശ്ശി ഞെട്ടുക. വേണ്ട, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? എടോ അല്ല, സത്യമായിട്ടും എൻ്റെ അസുഖം മാറിയെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് എന്തിനാ ഇവിടെയുള്ളവരെ ഇങ്ങനെ പറ്റിക്കുന്നത്? എടോ, നമ്മുടെ കുടുംബം നന്നായിരിക്കാൻ ചില കള്ളങ്ങൾ പറഞ്ഞു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കള്ളം പറഞ്ഞ് ജീവിക്കരുതെന്നാ നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ കള്ളം പറയാതെ വേറെ വഴിയില്ല. നമ്മുടെ കുടുംബം നന്നായിട്ടും സന്തോഷത്തോടെയും പോകണമെങ്കിൽ ഒരിത്തിരി കള്ളമൊക്കെ പറയണം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ അസുഖത്തെ ഇങ്ങനെയൊന്നും പറയരുത്. അസുഖത്തിനോട് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് തിരിച്ചടിയാവും. നമുക്ക് അസുഖമില്ലാതെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ അസുഖം നമുക്ക് വന്നാലോ? അതുകൊണ്ട് ഇദ്ദേഹം അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ, എടോ ദേ വസുന്ധരെ, ഞാനൊരു കാര്യം പറയാം. ഇനിയിപ്പോൾ അസുഖം വന്ന് മരിച്ചു പോയാലും എനിക്ക് കുഴപ്പമില്ല. എടോ, ഭാര്യമാർ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താക്കന്മാർ പോകുന്നത് തന്നെയാണ് നല്ലത്. ആണുങ്ങൾ ആദ്യം പോയാൽ സങ്കടമൊന്നുമില്ല. എന്നാൽ ജീവനോടെ ഇരിക്കുമ്പോൾ ഭാര്യ നഷ്ടപ്പെട്ട ഒരാണിനും ഒരിക്കലും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയില്ലടോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കരുതെന്ന ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അത് കേട്ടതും മുത്തശ്ശിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരിക. കണ്ണുനീര് കുടുകുടാ ഒഴുകുക. താനെന്തിനാടോ കരയുന്നേ? പോയാൽ നമുക്ക് ഒരുമിച്ച് പോവാം, അല്ലാതെ ഞാൻ തനിയാ ഇദ്ദേഹം തനിയായിട്ട് എവിടെയും പോകണ്ട എന്നും പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ചേർന്ന് നിൽക്കുക. ഇങ്ങനെയെങ്കിലും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും തീരട്ടെ, ദേവയാനി നയനമോളുടെ നന്മ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജയനെയാണ്. ജയൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ട് ചെല്ലുക. അതെ, എന്താ ദേവയാനി? എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണം ചേട്ടാ. ഏത് പെൺകുട്ടിയെ? അത് എനിക്ക് കരൾ ദാനമായി തന്നില്ലേ ആ പെൺകുട്ടിയെ. എൻ്റെ ദേവയാനെ, ഇപ്പോൾ എന്തിനാ പെൺകുട്ടിയെ കാണുന്നേ? ആ പെൺകുട്ടിയുടെ പേരെന്താ ചേട്ടാ? അത് പിന്നെ നയനയെന്നല്ലേ ആ പെൺകുട്ടിയുടെ പേര് എന്നും ദേവയാനിയുടെ ചോദ്യം. ഇത് കേട്ടതും ജയനൊന്ന് ഞെട്ടലോടുകൂടെ ദേവയാനിയെ നോക്കി. ആ ഞെട്ടൽ ദേവയാനി ശ്രദ്ധിച്ചു. അങ്ങനെ എന്താണ്ടോ പറഞ്ഞത്? ശരിക്ക് നയനയുടെ പ്രായം തന്നെയാണല്ലേ? കണ്ട അങ്ങനെയൊക്കെ തോന്നിക്കും. പിന്നെ ഇല്ലല്ലോ, നയനയുടെ അതേ പ്രായമാണെന്നാണല്ലോ ആദർശ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിലായിരിക്കും. എന്നാൽ ആ കുട്ടിയുടെ വീട് എവിടെയാ? അതൊന്നും എനിക്കറിയില്ല ദേവയാനി. എല്ലാം സംസാരിച്ചത് ആദർശ. പിന്നെ ഞാൻ അത് കണ്ടുവെന്നേ ഉള്ളൂ. അത് കേട്ടതും അപ്പം ചേട്ടൻ കണ്ടില്ലേ എനിക്ക് കരൾ ദാനമായിട്ട് തന്ന പെൺകുട്ടിയെ? കണ്ടു. എന്നിട്ടെന്താ ചേട്ടൻ അങ്ങനെയൊക്കെ പറയുന്നേ? ആ കുട്ടിയുടെ പ്രായം പോലും മനസ്സിലാക്കാതെയാണോ ചേട്ടനെ എന്നെ സഹായിക്കാൻ വേണ്ടി വന്ന ആ കുട്ടിയെ കണ്ടത്? അത് കേട്ടതും അത് പിന്നെ നയന എന്നുള്ള പേര് ആണെന്ന് എനിക്കറിയാം. പക്ഷെ നയന എന്ന് കേൾക്കുന്നത് തനിക്കിഷ്ടമല്ലല്ലോ. അതുകൊണ്ടാണ് പറയാതിരുന്നത്. തൻ്റെ മരുമോള് നയന ആണല്ലോ. ആ നയനയെ തനിക്ക് ഒരുപാട് വെറുപ്പാണല്ലോ. അതുകൊണ്ടാണ് തന്നോടൊന്നും പറയരുതെന്ന് വിചാരിച്ചത്. എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ പേരും നയന എന്നായതുകൊണ്ട് ഇപ്പം വലിയ സങ്കടമൊന്നുമില്ല. എനിക്ക് ആ പേരിനോട് ദേഷ്യവും ഇല്ല. അത് കേട്ടതും ജയൻ ആശ്വാസമായി. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറിയാൽ മതി ദേവയാനി എന്നും പറയുക. എന്ത് മാറിയാൽ മതി എന്ന്? അല്ല, നയനയോടുള്ള നിങ്ങളുടെയൊക്കെ നിൻ്റെ വെറുപ്പേ എനിക്ക് നയനയോട് വെറുപ്പാ. പിന്നെ എനിക്ക് കരൾ തന്ന നയനയോടാണ് എനിക്കിഷ്ടം. അത് കേട്ടതും ജയൻ, ദൈവമേ, രണ്ടും ഒരാളാണെന്ന് ഞാൻ എങ്ങനെ പറയും? ജയേട്ടാ, ആ പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയണം. ആ പെൺകുട്ടിയെ കാണുകയും വേണം. എൻ്റെ ദേവയാനെ, നിനക്ക് കരൾ തന്ന് സഹായിക്കുമ്പോഴും ആ കുട്ടി ഒരേ ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ. ആ കുട്ടിയുടെ പേരും ആ കുട്ടി ആരാണെന്നും ആ കുട്ടിയുടെ വീടും അഡ്രസ്സും ഒന്നും ആരോടും പറയരുതെന്ന്. അങ്ങനെ ആ കുട്ടി പരിഗണന അങ്ങനെ ആ കുട്ടി ഒരു സഹായം ചോദിക്കുമ്പോൾ നമ്മൾ അവരെ സഹായിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്നാലും ആ കുട്ടി സഹായിച്ചപ്പോൾ ആ സഹായം സ്വീകരിച്ച് എനിക്ക് അതാരെ തന്നേന്നുള്ള അന്വേഷിക്കാനുള്ള അവകാശം പോലും ഇല്ലേ ജേട്ടാ?
ഞാനത് അന്വേഷിച്ചിരിക്കും, കണ്ടുപിടിച്ചിരിക്കും. എനിക്കറിയണം എന്നെ സഹായിച്ച നല്ല പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയണം. അത് കണ്ടുപിടിക്കാൻ ഞാൻ ഏതറ്റം വരെ വേണേലും പോവും ചേട്ടാ എന്നും പറഞ്ഞ് ദേവേനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ഈ സമയം ജയൻ അതെ അന്വേഷിക്കുക ദേവേനെ അന്വേഷിക്കുക, അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി മരുമോളെ മനസ്സിലാക്കുക എന്നും ആലോചിച്ചുകൊണ്ട് ജയൻ എങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ്. അനാമികയാണെങ്കിൽ ദേഷ്യത്തോടെ മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്ക് രേവതി, എടി നീ മൊബൈലിൽ കുത്തിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നോ, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് തിരിച്ചു പോകണം. അത് കേട്ടതും എന്തിന് എന്നെ സ്നേഹിക്കാത്ത അവൻ്റെ വീട്ടിലേക്ക് ഞാൻ എന്തിനാ പോകുന്നേ? എൻ്റെ അനാമിക നീ വെറുതെ കളിക്കല്ലേ. ദേ നമ്മൾ നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഇവിടുന്ന് പോയാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. നീയില്ലെങ്കിലും അവന് ജീവിക്കാം സമാധാനത്തോടെയും സന്തോഷത്തോടെയും. നീ ഇല്ലാത്തതിൻ്റെ പേരിൽ ചിലപ്പോൾ അവൾ അങ്ങോട്ട് കയറി വരികയും ചെയ്യും. അതുകൊണ്ട് നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ശരിയല്ല അനാമിക. അത് കേട്ടതും എൻ്റെ അമ്മേ എന്നെ വിളിക്കാത്ത അവൻ്റെ അടുത്തേക്ക് ഞാൻ എന്തിനാ പോകുന്നേ? അവൻ ശബരിമലയ്ക്ക് പോയിട്ട് ഒന്ന് ഇവിടെ വന്നോ? പ്രസാദം ഇവിടെയുള്ളവർക്ക് കൊണ്ടുവന്ന് തരാമല്ലോ. അവനത് ചെയ്തോ? ഇല്ല. പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? എടി മണ്ടി മരമണ്ടി, നീ അങ്ങോട്ട് പോയേ പറ്റൂ. ഇല്ലെങ്കിലേ ദേ നമ്മുടെ കടമൊക്കെ എങ്ങനെ വീട്ടാൻ പറ്റും? അതൊക്കെ വീട്ടിയാലല്ലേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. നമുക്കൊന്ന് നിവർന്ന് നിൽക്കണമെങ്കിൽ നമ്മുടെ കടമൊക്കെ വീടണം. എടി ആശുപത്രിയിൽ നിന്ന് വന്നാൽ ദേവയാനിയെങ്കിലും നിനക്കൊന്ന് ഇടക്ക് വിളിച്ചൂടെ? അവരല്ലേ നിനക്ക് സപ്പോർട്ടായിട്ടുള്ളൂ. അത് കേട്ടതും എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പോൾ ആരെയും അങ്ങോട്ട് പിടിക്കുന്നില്ല. ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം അവരും എന്നെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. അവർക്കും ഇപ്പം എന്നോട് സ്നേഹമൊന്നുമില്ല. എല്ലാം വായ കൊണ്ട് പറയുന്നത് മാത്രമാണ്. അല്ല അച്ഛൻ്റെ വാക്കിന് വല്ല വ്യവസ്ഥയുണ്ടോ? നമ്മളോട് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു, അവസാനം സംഭവിച്ചത് എന്താ? അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആരോടും ക്ഷമിക്കാൻ പറ്റുന്നില്ലമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക. അത് കേട്ടതും രേവതി, ദേ മോളെ ഒരു കാര്യം ഞാൻ പറയാം. നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാവും. നമുക്കുള്ളതെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കണം. അതിനു വേണ്ടി മോളിത്തിരി കഷ്ടപ്പെട്ടാലും അമ്മ മോളോടൊപ്പം ഉണ്ടാവും സപ്പോർട്ടായിട്ട്. അച്ഛനെ മോള് നോക്കണ്ട. അങ്ങേർക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങേർക്ക് എവിടെ പോലും ജീവിക്കാം. പക്ഷെ നമ്മുടെ കാര്യമാണ് കഷ്ടത്തിലാവുന്നത്. അതുകൊണ്ടാണ് മോളെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. ശരി എന്നാൽ ഞാൻ അവരെ ഒന്ന് വിളിക്കാം എന്നും പറഞ്ഞ് അനാമിക ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ്. ആദർശ് അവിടെ ഇരുന്ന് ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ദേവേനെ അങ്ങോട്ട് ചെല്ലുന്നത്. എടാ മോനെ ആദർശേ, അനാമിക ഈ വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര ദിവസമായെന്ന് നിനക്കല്ലോ ഓർമ്മയുണ്ടോ? അതെന്തിനാമ്മേ ഞാൻ ഓർത്ത് വയ്ക്കുന്നേ? എടാ നീ എന്താ അനിയോട് പറയാത്തത്? അവളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ. അമ്മ അവൾക്ക് താല്പര്യമില്ല. അവന് താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തിനാമ്മേ ഞാൻ അവനെ പോയി നിർബന്ധിക്കുന്നേ? എടാ താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ്റെ കുടുംബജീവിതം തകരുന്നത് കാണാൻ വയ്യ. അതുകൊണ്ട് ദേ ഇങ്ങനെയൊന്നും പറയരുത് ആദർശേ. പോയി അനിയോട് പറ അവളെ വിളിച്ചുകൊണ്ട് വരാൻ. ഞാൻ പറഞ്ഞാലും അവൻ കേൾക്കില്ലമ്മേ. കാരണം അവളുടെ സംസാര രീതിയും പെരുമാറ്റമൊന്നും ശരിയല്ല. ക്രിമിനൽ പശ്ചാത്തലമുള്ള കുടുംബമാണ് അനാമികയുടേത്. ദേ ആദർശേ, നീ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞ് നിൻ്റെ അനിയൻ്റെ കുടുംബജീവിതം തകർക്കരുത്. അത് കേട്ടതും അവൻ അങ്ങനെ പറയൂ ഏട്ടത്തി. അവന് ഇഷ്ടമല്ലല്ലോ. അത് മാത്രമല്ല അവൻ്റെ ഭാര്യയുടെ ചേച്ചിക്കും അനാമിക മോളെ ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ അവനവർക്കൊപ്പമല്ലേ നിൽക്കുള്ളൂ. അത് കേട്ടതും ഇളയമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അവളെ നല്ലവളായിരുന്നെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ തന്നെ അവനോട് പറഞ്ഞാന്നെ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടു വന്നെ. എടാ നിന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ നിനക്ക് എന്തൊരു താല്പര്യമാണ്. അതുപോലെയല്ലേ അനിയോടും പറയേണ്ടത്. അത് കേട്ടതും നമുക്ക് പറയാനല്ലേ പറ്റൂ. അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ അവനെ അടിച്ചിട്ട് പോയി വിളിച്ചോണ്ടുവരാൻ പറയാൻ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ എന്തൊക്കെയായാലും അനിയുടെ മനസ്സ് മാറാൻ പോകുന്നില്ല, അത് ഉറപ്പാ എന്നും പറയാണ്. ദേ അവളെ ഇടയ്ക്കിടയ്ക്ക് നന്ദുവിനെ കാണാൻ പോകുന്നത് നിർത്തണം. അവനെന്തിനാ അങ്ങോട്ട് പോകുന്നത്? എടാ നിൻ്റെ ഭാര്യ വീട്ടിൽ നീ പോ. പക്ഷേ അനി പോകുന്നത് ശരിയാണോ? എൻ്റെ അമ്മേ, അതിനവൻ പോകുന്നത് നന്ദുവിനെ കാണാനാന്ന് ആരാ പറഞ്ഞേ? അവൻ പോകുന്നത് അവൻ്റെ ഏട്ടത്തിയെ കാണാനാ. അല്ലെങ്കിൽ തന്നെ അവളെ എന്തിനാ അവൻ കാണുന്നത്? അവൾക്ക് വയ്യാതിരിക്കുവാണ്. അനാമിക അവിടെ ചെന്ന് അവളെ തള്ളിയിട്ടതൊക്കെ ഇളയമ്മയ്ക്കും അറിയാലോ. വയ്യാതിരിക്കുന്ന അവളെ പിടിച്ച് തള്ളിയാൽ അവളുടെ അനിയത്തി സഹിച്ചു നിൽക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവൾക്ക് എന്താടാ വയ്യായിക? നീ എടുത്തു കൊടുത്ത വീട്ടിൽ അവൾ സുഖിച്ച് ജീവിക്കുമല്ലേ? സുഖിച്ച് ജീവിക്കുന്ന സമയത്തും അവളിങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ മരുമോളെ സങ്കടപ്പെടുത്താൻ വേണ്ടി അവൾ ഓരോന്ന് ചെയ്തു കൂട്ടുക. എൻ്റെ ഇളയമ്മ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ കാരണം എനിക്ക് നല്ല സങ്കടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, പറയാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. നയനയുടെ മഹത്വം എന്താണെന്ന് അത് പറ്റുന്ന സമയത്ത് ഞാൻ നിങ്ങളോടൊക്കെ പറയും. ചിലപ്പോൾ സാങ്കേതികമായിട്ട് വിളിച്ചു പറയും, അതുറപ്പാ.
എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങ് പോവുക. അപ്പോൾ ദേവയാനി എന്തായിരിക്കും ഇവിടെ സംഭവിച്ചത്? എന്തായാലും അവൻ ആ പറഞ്ഞതിൽ എന്തോ ഉണ്ട്. അതെ, എന്തൊക്കെയോ എന്നോട് എല്ലാവരും മറയ്ക്കുന്നു. നയനയെ പറ്റി അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയണമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകണം. അനിയും അവനും കൂടെ സംസാരിക്കുന്നത് മറിഞ്ഞെന്ന് കേൾക്കാം. അവൻ്റെ ഒരു ആഗ്രഹമാണ് ഒരിക്കലും അനാമികമോൾ ഇങ്ങോട്ട് കയറി വരരുതെന്ന്. അവൻ്റെ ഭാര്യയ്ക്ക് വെല്ലുവിളിയായിട്ട്. അങ്ങനെയൊക്കെ അവൻ ചിന്തിക്കൂ ജാനകി, ചിന്തിക്കുന്നുണ്ട് ഏട്ടത്തി. ഇപ്പം അവൻ അതല്ല, അതിനപ്പുറവും ചിന്തിക്കുന്നുണ്ട്. അവൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട്. അത് കേട്ടതും ദേവയാനി എഴുന്നേറ്റ് അവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് പോവുക. ഈ സമയം അനി കവിത എഴുതുവേടാ, ഈ കവിത എഴുതലൊക്കെ ഒന്ന് നിർത്തിയിട്ട് നീ ചെന്ന് നിൻ്റെ ഭാര്യയെ വിളിച്ചോണ്ട് വാ. ഇങ്ങനെ ഇരുന്നാൽ ശരിയാവോ അനി? അവളെ വിളിക്കാൻ എനിക്ക് കഴിയില്ല ഏട്ടാ എന്നും പറയാ. അതെന്താടാ? എടാ അനാമിക നിൻ്റെ ഭാര്യയല്ലേ? എൻ്റെ ഭാര്യയാണോ അവള്? വലിയമ്മയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. ഏട്ടത്തിയുടെ നന്മയും ഏട്ടത്തിയുടെ നല്ല മനസ്സും ഏട്ടത്തി ചെയ്ത സഹായവും ഒരു മരുമക്കളും ഒരു കുടുംബത്തിനും വേണ്ടി ചെയ്യാത്ത സഹായമാണ് എൻ്റെ നയനടുത്ത് ചെയ്തത്. എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെയാ വലിയമ്മായി എൻ്റെ ഏട്ടത്തിയെ തള്ളി പറയുന്നത്. ഏട്ടത്തിയെ ചെന്ന് ഏട്ടൻ വിളിച്ചോണ്ട് വാ, അപ്പോൾ ഞാൻ ചെന്ന് അനാമികയെ വിളിച്ചോണ്ട് വരാം. അത് കേട്ടതും എടാ, എൻ്റെ കാര്യം പോലെയാണോ നിൻ്റെ കാര്യം? എനിക്ക് അവളെ കാണണമെന്ന് തോന്നുമ്പോൾ വീട്ടിൽ പോവാം, അവിടെ ചെന്ന് 2 ദിവസം നിൽക്കുകയും ചെയ്യാം. പക്ഷെ നീ അങ്ങോട്ട് പോകുന്ന പോലും ഇല്ലല്ലോ. എന്നെ എങ്ങനെ പോകും? അവളെൻ്റെ ഭാര്യയാണെന്നുള്ളൊരു സ്നേഹം പോലും എനിക്ക് അവളോടില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അവളെ കാണാൻ പോകുന്നത്? അല്ലെങ്കിൽ തന്നെ അവളൊരു മനുഷ്യത്തെയാണോ? ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവളെത്തി. നന്ദുവിനെ എന്തൊക്കെയാണ് അവൾ ചെയ്തു കൂട്ടിയത്? അവളും അവളുടെ അച്ഛനും കൂടെ ചേർന്നാണ് നന്ദുവിന് ഇപ്പോൾ ഉണ്ടായ അപകടത്തെപ്പറ്റി ഞാൻ ആലോചിക്കുന്നത്. അവർ രണ്ടുപേരും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എടാ അറിയാം, പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ അനാമികയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അനി. ഏട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരില്ല. അത് കേട്ടതും എൻ്റെ അനി, നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെയുള്ള നിൻ്റെ അമ്മ എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അമ്മയും ഇപ്പോൾ പഴയ അമ്മയൊന്നും അല്ല. അമ്മയുടെ മനസ്സിൽ അവൾ വിഷം കുത്തി നിറച്ചിരിക്കുക. അവളെപ്പോലൊരു ക്രിമിനൽ ഈ ലോകത്ത് വേറെയില്ല. അത് കേട്ടതും എൻ്റെ അനി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൾ നിൻ്റെ ഈ ഭാര്യയാണ്. നിൻ്റെ കുടുംബജീവിതം തകരുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. കുടുംബം ഉണ്ടായിട്ട് വേണ്ട കുടുംബജീവിതം തകരാൻ. ഞാൻ അവളെ എൻ്റെ കുടുംബിനിയായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവളെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ പോയത് എൻ്റെ ഏട്ടത്തിയെ കാണാനാ, വയ്യാതെ കിടക്കുന്ന എൻ്റെ ഏട്ടത്തിയെ. ആ ഏട്ടത്തിയുടെ മനസ്സാ അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളെ ഉള്ളം കൈ കൊണ്ട് നടന്നാനായിരുന്നു. പക്ഷേ അവളൊരു ക്രിമിനലായിട്ടാ, ക്രിമിനൽ എന്നും അനി പറയുകയാണ്. ഇതെല്ലാം ദേവയാനി മറിഞ്ഞെന്ന് കേൾക്കുക. ഈശ്വര, ഇത്രയൊക്കെ പറയുമ്പോഴും നയന ചെയ്ത നന്മ എന്താണെന്ന് ഇവരാരും പറയുന്നില്ലല്ലോ. എനിക്ക് നല്ല സംശയമുണ്ട്. നയനയാണോ എന്നെ സഹായിച്ചത്? നയനയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ഈശ്വര എന്ന് ആലോചിച്ചുകൊണ്ട് ദേവേനെ അവിടെ നിന്ന് പതുക്കെ പോവുക. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം നമ്മുടെ ഗോവിന്ദും കനകയും കൂടി ഇങ്ങനെ ഇരിക്കുക. എന്നാലും ഓരോ ദിവസവും നമ്മൾ പേടിച്ച് ജീവിക്കണമല്ലോ ഗോവിന്ദേട്ടാ. അന്ന് ആദർശമോൻ്റെ അമ്മയ്ക്ക് വയറുവേന വന്ന ആശുപത്രിയിലായപ്പോൾ പോലും പാലിൽ വിഷം കലർത്തിയത് ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലീസിൽ പരാതിപ്പെടായിരുന്നു. എന്നാൽ അതുപോലും ചെയ്യാതെ അനന്തപുരിക്കാർ എല്ലാം മറച്ചു വെച്ചിരിക്കുക. അതിൻ്റെ കാരണം എന്താ? പേടി. അതെ, പേരും ഇതും നഷ്ടപ്പെടുമെന്നുള്ള പേടി. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നന്ദുവിൻ്റെ കാര്യം പോയി കേസ് കൊടുക്കുന്നത്? അങ്ങനെ കൊടുത്താൽ ആദർശിനൊരു വിലയില്ലാതെ ആകില്ലേ? അത് കേട്ടതും അതൊക്കെ ശരിയാ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എനിക്കാണെങ്കിൽ ഓരോ ദിവസവും നെഞ്ചിൽ തീയ. അനാമിക എന്ന് പറയുന്നവൾ അനന്തപുരിയിലേക്ക് എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയതാ എൻ്റെ മക്കളുടെ ദുരിതം. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കനക. അപ്പോഴേക്ക് ആദർശം വരിക. ആദർശം വന്നതും വാ ആദർശമോനെ ഇരിക്കാൻ സമയമില്ലമ്മേ, എന്നാ നയനെ മരുന്ന്. ഇനിയെങ്കിലും വാശി വേണോ? നിനക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നൂടെ? നിന്നെയും കാത്ത് അവിടെ കുറേ പേരുണ്ട്. ആരാ ആദർശേട്ടാ? ആരാ അവിടെ എന്നെ കാത്തിരിക്കുന്നേ? എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവിടെ ആരാ ഉള്ളത്? എൻ്റെ നയന, ഞാൻ അനിയുടെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ കാര്യം പറയുന്നേ. ഇല്ല ആദർശേട്ടാ, ഞാൻ കുറച്ച് ദിവസമെങ്കിലും ഇവിടെ സമാധാനത്തോടെ കഴിഞ്ഞോട്ടെ. ഈ അവസ്ഥയിൽ അമ്മയുടെ പ്രഷർ കൂട്ടുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക. അത് കേട്ടതും ശരി ആയിക്കോട്ടെ, പക്ഷെ നീ വന്നില്ലെങ്കിൽ അവിടെ ആകെ താളം തെറ്റി കിടക്കുക. സാരമില്ല ആദർശേട്ടാ. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല, നിൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം മോനെ കുടിക്കാൻ എന്തേലും വേണ്ടമ്മേ, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ മോൾ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ മോളുടെ
അനാമികയുടെ ഇടയിൽ കിടന്ന് മോൾ ആകെ വിഷമിക്കും. പിന്നെ മോളുടെ അമ്മായിയമ്മയുടെയും എന്നും പറഞ്ഞ് കനകയും ഗോവിന്ദനും ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം നയനയും സങ്കടപ്പെട്ട് നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. ദേവയാനി റെഡിയായിട്ട് വരിക. അപ്പോൾ ജയന് പോകാൻ നേരം വന്നപ്പോൾ ജയേട്ടാ എന്താ ദേവേനെ ഇതെവിടെ പോകുന്നു ഒരുങ്ങിക്കെട്ടി? അത് കേട്ടതും പോവുക, ഞാനും ഓഫീസിലേക്കാണ് പോകുന്നേ. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊരിടം വരെ പോകണം. എവിടേക്ക്? എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക്. എന്താ ദേവയാനി ഇത്? തനിക്ക് വയ്യാതിരിക്കുക, ആ സമയത്ത് അങ്ങനെ പോണം ചേട്ടാ പോണം, എനിക്ക് ആ കുട്ടിയെ കാണണം. അപ്പം മുത്തശ്ശി എന്താ ഇവിടെ? ദേ ഇയാളെ സഹായിച്ച പെൺകുട്ടിയെ കാണണമെന്നാണ് പറയുന്നത്. എന്താ ദേവയാനി, അസുഖം പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നീ അമ്പലത്തിലും പോകുന്നുണ്ട്, വെറുതെ ഇങ്ങനെ യാത്ര വേണ്ട, അങ്ങനെയൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞല്ലോ. എൻ്റെ ദൈവമേ, എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, പ്രധാനപ്പെട്ട മീറ്റിംഗ്, അതുകൊണ്ട് ഇപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല ദേവേനെ. ഇതിലെന്തോ ചതിയുണ്ട്, എന്തൊക്കെയോ എല്ലാവരും മറയ്ക്കുന്നുണ്ട്. എന്തായാലും ഞാനത് കണ്ടുപിടിക്കും എന്നും ദേവയാനി പറയണം. അത് കേട്ടത് എല്ലാവരും ഞെട്ടുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.